listen, next problem. Find the vertices of a triangle PQR are P of 2, 1, Q of -2, 3 and R of 4, 5. Find the equation of the median എന്നാണ് ട്ടോ, L അല്ല, median through the vertex R. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, ഒരു സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ദ വെർട്ടീസസ് ഓഫ് ട്രയാങ്കിൾ PQR ആർ. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ, വെറുതെ ഒരു ട്രയാങ്കിളാണ് വരയ്ക്കുക. ഇതാ ഞാനൊരു ട്രയാങ്കിൾ വരച്ചത് അത് കേട്ടോ. അപ്പോൾ PQR ഇതാണ് 3 പോയിന്റ്സ്. 3 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ പിന്റെ കോർഡിനേറ്റ്സ് 2, 1, ക്യൂവിന്റെ കോർഡിനേറ്റ്സ് -2, 3 ആൻഡ് ആറിന്റെ കോർഡിനേറ്റ്സ് 4, 5. ആറിന്റെ കോർഡിനേറ്റ്സ് 4, 5. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി നമ്മൾ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി മീഡിയൻ ത്രൂ ദി വേർട്ടെക്സ് ആർ. ആർ എന്ന് പറയുന്ന വേർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന മീഡിയന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? ആർ എന്ന് പറഞ്ഞ വേർട്ടെക്സ് ഇതല്ലേ. ഈ ആർ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന മീഡിയൻ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ഈ ലൈനാണ് മീഡിയൻ. ഈ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആവാം, ആവാതിരിക്കാം. അതായത് ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആവാം, ആവാതിരിക്കാം. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെന്നുള്ള കണ്ടീഷൻ അവിടെ എടുക്കരുത്. അവിടെ കണ്ടീഷൻ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനാണ് മീഡിയൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക, ഇതാണിത് പോയിന്റ് 6 ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ കണ്ടോ, ഇതൊരിക്കലും പെർപെൻഡിക്കുലർ ആവില്ല. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ നമ്മളിപ്പോൾ ഇത് വെറുതെ ഒരു ഫിഗർ വരച്ചതാണ് അല്ലേ, വെറുതെ ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് വരച്ചതാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ മീഡിയൻ മേ ബി ചിലപ്പോൾ പെർപെൻഡിക്കുലർ ആവാം, ആവാതിരിക്കാം. ഐസോസിലസ് ട്രയാങ്കിളോ ഇക്വിലാറ്ററൽ ട്രയാങ്കിളോ ഒക്കെ ആണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ PQന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഈ പോയിന്റ് ഇതിനെ ഞാൻ എസ് എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് എസ് എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് P ആൻഡ് Q, മിഡ് പോയിന്റ് ഓഫ് PQ അങ്ങനെ എഴുതിയാൽ പോരെ. PQന്റെ മിഡ് പോയിന്റ് ആണ് പോയിന്റ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് എസിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? x1 + x2/2 ദാറ്റ് ഈസ് 2 + -2 ഡിവൈഡഡ് ബൈ 2, 1 + 3 ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഓഫ് 2 - 2 0, 1 + 3 4/2 2. അപ്പൊ എസിന്റെ കോർഡിനേറ്റ് 0, 2 ആണ്. അപ്പൊ നമുക്ക് ഈ RS എന്ന് പറയുന്ന ആ ഒരു ലൈൻ ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്ത് പോണ ലൈനിന്റെ ഇക്വേഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഇപ്പൊ 2 പോയിന്റ് നമുക്ക് അറിയില്ലേ, ആറിന്റെയും എസിന്റെയും കോർഡിനേറ്റ്സ് അറിയാം. അത് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് മീഡിയൻ ത്രൂ വേർട്ടെക്സ് R എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ലൈൻ, വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ലൈൻ ബ്രാക്കറ്റിൽ ലൈൻ പാസിംഗ് ത്രൂ എല്ലാത്തിനും ഇങ്ങനെ എഴുതണം എന്നില്ല കേട്ടോ. ലൈൻ പാസിംഗ് ത്രൂ 4, 5 ആൻഡ് 0, 2 ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ലൈനാണത്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ ഇക്വേഷൻ വരിക? ഇക്വേഷൻ എങ്ങനെ വരിക? ഇപ്പൊ 2 പോയിന്റ് അല്ലേ നമുക്ക് അറിയാവുന്നത്. ദാറ്റ് ഈസ് y - y1 is equal to y2 - y1 by x2 - x1 into x - x1. This is the equation അല്ലേ. That is y - y1 ന്റെ വാല്യൂ 5 is equal to y2 - y1 that is 2 - 5 divided by 0 - 4 into x - 4 എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് y - 5 is equal to 2 - 5 -3 ഡിവൈഡഡ് ബൈ -4 എന്ന് വരും. ശരിയല്ലേ? 2 - 5 -3 -4 ഇൻറ്റു x - 4 എന്ന് വരും. ഈ മൈനസും ക്യാൻസൽ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 into y - 5 is equal to 3 into x - 4 എന്ന് വരും. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ x1 y1 4, 5 എടുത്തു. ഇനി അതെടുക്കല്ല 0, 2 എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇവിടെ ക്രോസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും 4y minus 4 into 5 20 is equal to 3x minus 3 into 4 12 എന്ന് വരും. അപ്പോൾ ഇവിടെ അല്ലേ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ളത്, അപ്പോൾ എല്ലാത്തിനും നമ്മൾ അങ്ങോട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ 3x ഓൾറെഡി അവിടെ ഉണ്ട്, 4y അങ്ങോട്ട് വരുമ്പോൾ -4y, അവിടെ ഓൾറെഡി -12 ഉണ്ട്, ഈ -20 അങ്ങോട്ട് വരുമ്പോൾ +20 ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് 3x - 4y -12 + 20 എത്രയാ +8 ഈക്വൽ ടു 0. ഇതാണ് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് വേർട്ടെക്സ് ആറിലൂടെ പാസ് ചെയ്യുന്ന മീഡിയൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് കറക്റ്റായിട്ട്? മീഡിയൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനാണ് മീഡിയൻ. അപ്പോൾ ആ മിഡ് പോയിന്റ് ആണെന്നുള്ള കണ്ടീഷൻ നമുക്കറിയാലോ. അപ്പോൾ ആ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ആ പോയിന്റ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് കണ്ടീഷൻ എന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഓക്കെ, ലിസൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ -3,5 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ ദി പോയിന്റ്സ് 2,5 and -3,6. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ -3,5. -3,5 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് തന്നു? ആ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെയുള്ള ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ ദി പോയിന്റ്സ്, ദീസ് 2 points. ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ട്രെയിറ്റ് ലൈൻ. മനസ്സിലായോ? അതായത് ശ്രദ്ധിക്കട്ടോ, 2,5 ആൻഡ് -3,6 ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ട്രെയിറ്റ് ലൈന്. അപ്പോൾ ഇത് L1 ആണ് കേട്ടോ. ഇതിൻ്റെ സ്ലോപ്പ് m1 ആണ്. ഇത് L2 ആണ്. ഇതിൻ്റെ സ്ലോപ്പ് m2 ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ട്രെയിറ്റ് ലൈൻ L1 അല്ലേ? ഈ L1 ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്? -3,5 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും നമ്മൾ കോർഡിനേറ്റ് ബേസ് ചെയ്തിട്ട് വരക്കണമല്ലോ കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടൊരു മനസ്സിലാൻ വേണ്ടി വരക്കണതാണ് കേട്ടോ. ഇപ്പോൾ ഈ -3,6 ഇവിടെയും -3,5 ഇവിടെയാണെന്നുള്ള ആലോചിക്കരുത്. ഓക്കെ, അങ്ങനെ ആലോചിക്കരുത്. ഇത് നമ്മൾ ഒരു റഫായിട്ടുള്ളൊരു ഫിഗർ വരയ്ക്കുകയാണ്, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു ഫിഗർ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് L1 ആണ്, ഇത് L2 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് m1 m2. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏതിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷൻ ഓഫ് L1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഓഫ് L1. അപ്പോൾ നമുക്ക് ഇത് പെർപെൻഡിക്കുലർ. അപ്പോൾ എവിടെയും നമുക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തരികയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ സ്ലോപ്പ് ആയിരിക്കും. കാരണം പെർപെൻഡിക്കുലാരിറ്റിക്കുള്ള കണ്ടീഷൻ നമുക്കറിയാം, പ്രൊഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്സ് ഈക്വൽ ടു -1. മനസ്സിലായോ? ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് അറിയാം. ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓൾറെഡി നമുക്കൊരു പോയിന്റ് അറിയാം. ഇനി നമുക്ക് ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് വേറൊരു പോയിന്റ് കിട്ടണം, അല്ലെങ്കിൽ സ്ലോപ്പ് കിട്ടണം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കത്തണം എന്താണ്? ആ പെർപെൻഡിക്കുലാരിറ്റി കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് സ്ലോപ്പ് ആയിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ L2ന്റെ സ്ലോപ്പ് അല്ലേ m2 അല്ലേ? അപ്പോൾ ഇത് 2 പോയിന്റും അറിയാലോ നമുക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ m2 നമുക്ക് കണ്ടുപിടിച്ചൂടെ? m2 ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 6 - 5 ഡിവൈഡഡ് ബൈ -3 - 2. ശരിയല്ലേ? 6 - 5 ഡിവൈഡ് ബൈ -3 - 2. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 5 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ -3 - 2 -5 എന്ന് വരും. ദാറ്റ് ഈസ് m2 ഈസ് ഈക്വൽ ടു -1/5. ദാറ്റ് ഈസ് ദി m2. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് L1 ഉം L2 ഉം പെർപെൻഡിക്കുലർ അല്ലേ? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L1 L2 പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 m2 ഈസ് ഈക്വൽ ടു -1 ആയിരിക്കൂലേ? അപ്പോൾ m1 ഇൻറ്റു m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -1/5 ആണ്, ഈക്വൽ ടു -1. ദാറ്റ് ഈസ് m1 ഈസ് ഈക്വൽ ടു ഈ -1/5 ഇങ്ങോട്ട് വരുമ്പോൾ -1 ഇൻറ്റു -5 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു m1 ഈസ് ഈക്വൽ ടു
5 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അപ്പോൾ m1ന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ഇനി സ്ട്രെയിറ്റ് ലൈൻ L1ന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ ഇക്വേഷൻ ഓഫ് L1ന്റെ ഇക്വേഷൻ ട്ടോ. അതായത് നമുക്ക് എന്തറിയാം, -3,5 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്കറിയാം, ശരിയല്ലേ? പിന്നെയോ സ്ലോപ്പ് m1 = 5 ആണെന്നും നമുക്കറിയാം. അപ്പോൾ സ്ലോപ്പും പോയിന്റും അറിയാമെങ്കിൽ ഇക്വേഷൻ എന്താ? y - y0 = m × x - x0. ദാറ്റ് ഈസ് y - y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 = m എന്ന് പറഞ്ഞാൽ 5 × x - x0 is -3. അപ്പോൾ -3 + 3. അപ്പോൾ y - 5 = 5x + 3 × 5 15 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ എക്സ് ഇവിടെ അല്ലേ പോസിറ്റീവ്, അപ്പോൾ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്ക് 5x + y അങ്ങോട്ട് വരുമ്പോൾ -y + 15 അവിടെ ഓൾറെഡി ഉണ്ട്. ഈ -5 അങ്ങോട്ട് വരുമ്പോൾ +5 = 0. ദാറ്റ് ഈസ് 5x - y 15 5 + 20 20 = 0. ഇതാണ് L1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A line perpendicular to the line segment joining the points 1, 0 and 2, 3 divides it in the ratio 1:n. Find the equation of the line. Question ഒന്നുകൂടെ വായിക്കാം. A line perpendicular to the line segment joining the points 1, 0 and 2, 3 divides it in the ratio 1:n. Find the equation of the line. Clear? നല്ലോണം ശ്രദ്ധിക്കട്ടോ. A line perpendicular to the line segment joining the points 1, 0 and 2, 3. അതായത് 1, 0യും നല്ലോണം ശ്രദ്ധിക്കുക 2, 3 ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ അല്ലേ? The line perpendicular to the line segment joining the points 1, 0 and 2, 3 divides it in the ratio 1:n. അതായത് ഈ ലൈന് ഇതിന് പെർപെൻഡിക്കുലർ ആണ്, ഇതിനെ 1:n എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാണ്. ശ്രദ്ധിക്കട്ടോ, 1:n എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണ്, 1:n എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ L1 എടുക്കുകയാണ്, ഇതിനെ L2 എന്ന് എടുക്കുകയാണ്, സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഏതിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞ് എന്നിട്ട് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിക്കേ, ഇക്വേഷൻ ഓഫ് L1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ നോക്കാം. ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന കണ്ടീഷൻ തന്നിട്ടുണ്ടല്ലോ. പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ വേറെ ഒരു കാര്യം നമുക്ക് തന്നിട്ടില്ല. ഇതിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട്, ഇതിന് 1:n എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വേറെ ഒരു കാര്യം പറഞ്ഞില്ല. ഇതിന്റെ ഒരു പോയിന്റോ ഇതിന്റെ ഇന്റർസെപ്റ്റോ ഇതിന്റെ സ്ലോപ്പോ ഒന്നും തന്നിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇതിൻ്റെയൊക്കെ കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന കണ്ടീഷൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ L1ന്റെ സ്ലോപ്പ് m1 എടുക്കുകയാണ്, L2ന്റെ സ്ലോപ്പ് m2 എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ m2 നമുക്ക് കണ്ടുപിടിച്ചൂടെ? m2 എന്താ? m2 is equal to 3 - 0 divided by 2 - 1. ശരിയല്ലേ? 3 - 0 3 divided by 2 - 1 1, that is equal to 3 എന്ന് വരും. ഇനി ഇത് രണ്ടും L1 is perpendicular to L2 അല്ലേ? L1 is perpendicular to L2 എന്ന് നമുക്ക് പറയാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ m1 m2 is equal to -1 ആണ്. അങ്ങനെയാണെങ്കിൽ m1 into m2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 is equal to -1. അപ്പോൾ m1ന്റെ വാല്യൂ എന്താ? -1/3. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് നല്ലോണം ശ്രദ്ധിക്കട്ടോ. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് m1 is equal to -1/3. അതായത് ഇതിന്റെ സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഈ 1:n എന്ന് പറയുന്ന റേഷ്യോ തന്നിട്ടുള്ള പരിപാടി നമ്മൾ എവിടെ പഠിച്ച്? സെക്ഷൻ ഫോർമുലയിലാണ് പഠിച്ചത്. സെക്ഷൻ ഫോർമുല m:n എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അല്ലേ? അപ്പോൾ അവിടെ ഈ ടേം അതായത് ആക്ച്വലി ഇപ്പൊ ഈ ലൈന് ഇതിനെ 1:n എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഈ ലൈനിനെ 1:n എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു എന്നല്ല അതിന്റെ മീനിങ്. അപ്പോൾ ഈ രണ്ട് പോയിന്റിനെയും 1:n എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്. വേണമെങ്കിൽ നമുക്കൊരു R എന്ന് കൊടുക്കാം, പോയിന്റ് R.
ശരിയല്ലേ? ആ പോയിന്റ് ആറിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിച്ചാലേ. അപ്പൊ ഈ റേഷ്യോ തന്നിട്ട്, അതായത് സെക്ഷൻ ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റിയ രീതിയിൽ റേഷ്യോ തന്നിട്ട് നമുക്ക് തരികയാണെങ്കിൽ മനസ്സിലാക്കുക, അത് ഉപയോഗിച്ചിട്ട് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ഉപയോഗിച്ച് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ therefore we can say that the point R divides നമുക്ക് വേണമെങ്കിൽ ഇത് പി ക്യൂ എന്ന് കൊടുക്കാം അല്ലേ? പി ഇത് ക്യൂ കൊടുക്കാം. ഓക്കെ, പോയിന്റ് ആർ ഡിവൈഡ്സ് പി ക്യൂ ഇൻ ദ റേഷ്യോ 1:n. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ആറിന്റെ കോർഡിനേറ്റ്സ് ഞാൻ കണ്ടുപിടിക്കാൻ പോകാം കേട്ടോ. എങ്ങനെ ഇക്വേഷൻ ചെയ്താ? mx2 + nx1 നേരെ തിരിച്ച് ചെയ്തല്ലേ? അപ്പൊ 1 × 2 ശ്രദ്ധിക്കട്ടോ, 1 × 2 ദാറ്റ് ഈസ് 2 പ്ലസ് n × 1. n × 1 എന്താണ്? n ഡിവൈഡഡ് ബൈ 1 + n. ശരിയല്ലേ? mx2 + nx1 ഡിവൈഡഡ് ബൈ m + n, കോമ അടുത്തത് 1 × 3 ദാറ്റ് ഈസ് 3 പ്ലസ് n × 0 ദാറ്റ് ഈസ് 0 ഡിവൈഡഡ് ബൈ 1 + n. ക്ലിയർ? അപ്പൊ പോയിന്റ് ആറിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? ആറിന്റെ കോർഡിനേറ്റ്സ് ഞാൻ എഴുതുന്നത് n+2 ഡിവൈഡഡ് ബൈ n+1, 3 ഡിവൈഡഡ് ബൈ n+1 എന്ന് എഴുതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ പോയിന്റ് ആറിന്റെ, അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ L1ന്റെ സ്ലോപ്പ് M1 നമുക്ക് കിട്ടി. ഈ പോയിന്റ് ആറിന്റെ കോർഡിനേറ്റ്സും നമുക്ക് കിട്ടി. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ L1ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഈ സ്ലോപ്പും ഈ പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ പോരെ? മതി. ഓക്കെ അല്ലേ? അപ്പൊ അതിനെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സ്ട്രെയിറ്റ് ലൈൻ L1ന്റെ സ്ലോപ്പും കിട്ടി, അതേപോലെ ആ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സും കിട്ടി. ഇനി അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്ന് വായിച്ച് കളയാണ്. അപ്പൊ ഇത് നിങ്ങൾ എഴുതിയിട്ടെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാനിത് എറേസ് ചെയ്ത് കളയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ശ്രദ്ധിക്കട്ടോ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇക്വേഷൻ ഓഫ് L1. ശ്രദ്ധിക്കട്ടോ, ഇക്വേഷൻ ഓഫ് L1. ഓക്കെ, അപ്പൊ L1ന്റെ സ്ലോപ്പ് m എന്താണ്? m1 is equal to -1/3 ആണ്. ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് r of n+2 ഡിവൈഡഡ് ബൈ n+1, 3 ഡിവൈഡഡ് ബൈ n+1 ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പൊ ഇനി ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു സ്ലോപ്പുള്ള ആ ഒരു ഇക്വേഷൻ, സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കട്ടോ, എന്താ ഇക്വേഷൻ? ഏത് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം? സ്ലോപ്പ് അറിയാം, പോയിന്റ് അറിയാം. ദാറ്റ് ഈസ് y - y0 ഈക്വൽ ടു m × x - x0. ദിസ് ഈസ് ദ ഇക്വേഷൻ. ദാറ്റ് ഈസ് y - y0 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഡിവൈഡഡ് ബൈ n+1 is equal to m എന്ന് പറഞ്ഞാൽ -1/3 into x - x0 is n+2 ഡിവൈഡഡ് ബൈ n+1. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഇക്വേഷൻ വരുന്നത്. ഇനി നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഞാൻ ഇതൊന്ന് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ, അല്ലെങ്കിൽ -3 ഇങ്ങോട്ട് വന്നോട്ടെ അല്ലേ? ഈ -3 ഇത് -1/3 അല്ലേ? അതായത് 1/-3 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും? -3 into y - 3 ഡിവൈഡഡ് ബൈ n+1 ഈസ് ഈക്വൽ ടു x - n+2 ഡിവൈഡഡ് ബൈ n+1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -3y പ്ലസ് 9 ഡിവൈഡഡ് ബൈ n+1 എന്ന് വരും. -3 into -3 പ്ലസ് 9 ഡിവൈഡഡ് ബൈ n+1 ഈക്വൽ ടു x - n+2 ഡിവൈഡഡ് ബൈ n+1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ശ്രദ്ധിക്കട്ടോ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ കണ്ടോ, ഇവിടെ ഡിനോമിനേറ്ററിൽ n+1 ഉണ്ട്, ഇവിടെയും ഡിനോമിനേറ്ററിൽ n+1 ഉണ്ട്. അപ്പോൾ ഞാൻ ഇക്വേഷനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈയിങ് ബൈ n+1 n+1 കൊണ്ട് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ആണ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം ഈ ടേമിൽ n+1 വരും, ശരിയല്ലേ? ഈ ടേമിനെ n+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 into n+1 into y എന്ന് വരൂല്ലേ? ശരിയല്ലേ?
ഇനി ഈ ടേമിനെ n+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലുള്ള n+1 മൾട്ടിപ്ലൈ ചെയ്യുന്ന n+1 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തുണ്ടാവും? +9 എന്നുണ്ടാവും. ഇനി ഇവിടെ n+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n+1 ഇൻറ്റു എക്സ് എന്ന് വരും. ശരിയല്ലേ? ഇനി ഇവിടെ n+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഡിനോമിനേറ്ററിൽ n+1 മൾട്ടിപ്ലൈ ചെയ്യുന്ന n+1 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി -n+2 എന്നുണ്ടാവും ബാക്കി. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം? സെയിം ടേമിനെ ഞാൻ എന്ത് ചെയ്യാണ്? അത് എക്സിൻ്റെയും വൈൻ്റെ ടേമിന് ഒരു സൈഡിലോട്ടും കോൺസ്റ്റൻ്റ് ടേമിനെ മറ്റേ സൈഡിലോട്ടും എഴുതാണ് കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി എക്സ് ഇവിടെ പോസിറ്റീവായിട്ട് കിടക്കല്ലേ, അപ്പോൾ അത് അവിടെ തന്നെ നോട്ടല്ലേ. അപ്പോൾ n+1 ഇൻറ്റു എക്സ്, ഈ -3 ഇൻറ്റു n+1 ഇൻറ്റു വൈ, ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ +3 ഇൻറ്റു n+1 ഇൻറ്റു വൈ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇവിടെ ഓൾറെഡി +9 ഉണ്ട്. ഈ -n+2, ഈ n+2ന് മൊത്തത്തിലാണ് ഈ മൈനസ്, അപ്പോൾ ഈ ടേം മൊത്തത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ +n+2 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഈ ടേം ആദ്യം എഴുതാണ് കേട്ടോ. n+1 ഇൻറ്റു എക്സ് +3 ഇൻറ്റു n+1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു n + 9 + 2 ഈസ് 11. That is, this is the answer. n+1 into x plus 3 into n+1 into y is equal to n+11. That is the final answer. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതാണ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ L1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? സ്ലോപ്പ് കണ്ടുപിടിക്കാനായിരിക്കും. റേഷ്യോ തന്നിട്ടുണ്ടോ? പോയിന്റ് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവണം അത് തന്ന കണ്ടീഷൻ എന്തിനാണ് തന്നിട്ടുള്ളത്, തന്ന കണ്ടീഷൻ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റണത്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അതിനകത്ത് നിന്ന് തന്ന കണ്ടീഷൻ അതിനകത്ത് നിന്ന് ഏത് പാരാമീറ്ററാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 6 ഫോം ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് പ്രോബ്ലത്തിൽ പല രീതിയിലായിരിക്കും കണ്ടീഷൻസ് തരിക. അപ്പോൾ ആ തന്ന കണ്ടീഷൻസിൽ നിന്ന് ഈ ഏത് ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്രോബ്ലംസ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പഠിക്കുക. ഓക്കെ അല്ലേ? Listen, next problem. Find equation of a line that cuts off equal intercepts on the coordinate axis and passes through the point 2, 3. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നര ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ് ഓൺ ദി കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആക്സിസിലും കട്ട് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അതായത് ഇത് എ എന്നാണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? എ തന്നെയാണ്. ക്ലിയർ അല്ലേ? പിന്നെ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പ്രോബ്ലം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 2 മെത്തേഡ് നമുക്കിപ്പോൾ മാത്സിലുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു 2 മെത്തേഡ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ അതായത് നമ്മൾ മൈൻഡ് പോകുന്ന പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന 2 വഴികൾ. അപ്പോൾ എയും അപ്പോൾ ഇവിടെ ഓൾറെഡി പാസിങ് ത്രൂ ദി പോയിന്റ്, അതായത് ഈ 2, 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് എന്തറിയാം? ഒരു പോയിന്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ വേറൊരു പോയിന്റ് കിട്ടണം, അല്ലെങ്കിൽ സ്ലോപ്പ് കിട്ടണം. ശരിയല്ലേ? അപ്പം നമുക്ക് ഇവിടെ ഈക്വൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എയും ഇതും 2 ഇന്റർസെപ്റ്റ് ഈക്വൽ ആണ്. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? A,0 ആയിരിക്കും. ഈ പോയിന്റ് എന്തായിരിക്കും? 0,A ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കും. ഇവിടെ എ എന്ന് പറഞ്ഞാൽ അൺനോൺ ആണ്, നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 പോയിന്റ് യൂസ് ചെയ്തിട്ട് ഞാൻ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോകും കേട്ടോ. അപ്പോൾ സ്ലോപ്പ് M = ശ്രദ്ധിക്കുക, ഈ 2 പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? A - 0 വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 0 - A ഡിവൈഡഡ് ബൈ A - 0. ശരിയല്ലേ? x2 - y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. എങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ -A ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. എയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് -1 ആണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇക്വേഷൻ y - y0 = m × x - x0 എന്ന് എഴുതാം. ശരിയല്ലേ? ദാറ്റ് ഈസ് y - y0 ഈസ് 3 is equal to m is -1 into x - x0 is 2. That is y - 3 is equal to -x + 2 എന്ന് വരും.
മൈനസ് എക്സ് പ്ലസ് ടു. ഇനി ഇവിടെ എക്സ് മൈനസ് അല്ല, അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ എല്ലാം. അപ്പോൾ മൈനസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എക്സ്, ഇവിടെ ഓൾറെഡി പ്ലസ് വൈ ഉണ്ട്, ഇവിടെ -3 ഓൾറെഡി ഉണ്ട്, ഈ +2 ഇങ്ങോട്ട് വരുമ്പോൾ -2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ -5 ഈക്വൽ ടു 0 എന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് ഒരു മെത്തേഡ്. ഞാൻ വേറൊരു മെത്തേഡും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കട്ടാ, ഇക്വേഷൻ ദാറ്റ് കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ഓൺ ദി കോർഡിനേറ്റ് ആക്സസ് എന്ന് പറയുമ്പോൾ രണ്ട് ഇന്റർസെപ്റ്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്റർസെപ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും നമുക്ക് ചിന്ത വരിക. അപ്പോൾ ആ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ഓൺ ദി കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയുമ്പോൾ രണ്ട് ഇന്റർസെപ്റ്റിനെ കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് ഇന്റർസെപ്റ്റിനെ കുറിച്ചും പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് ചിലപ്പോൾ പെട്ടെന്ന് എവിടേക്കാ പോവുക, ഇന്റർസെപ്റ്റ് ഫോമിലോട്ടായിരിക്കും പോവുക. അങ്ങനെ പോയാലും കിട്ടും, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്റർസെപ്റ്റ് ഫോമിലാണെങ്കിൽ ഇക്വേഷൻ എന്താ, x/a + y/b = 1 എന്നല്ലേ അല്ലേ? ഇവിടെ രണ്ട് ഇന്റർസെപ്റ്റ് സെയിം ആണെന്നല്ലേ പറഞ്ഞ്. രണ്ട് ഇന്റർസെപ്റ്റ് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, x/a + y/a = 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഡിനോമിനേറ്റർ രണ്ട് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, x + y / a = 1 എന്ന് എഴുതാം, x + y = a എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇവിടെ എൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാനാണ് ഈ പോയിന്റ് എന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ ഇക്വേഷൻ അല്ലേ ഇത്. ഇനി ആ ലൈന് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞേ. നല്ലോണം ശ്രദ്ധിക്കട്ടോ, ഈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ലൈന് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഏതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനിലും അതിനകത്തുള്ള ഏത് പോയിന്റും ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യണം, അതല്ലേ കണ്ടീഷൻ. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ പോയിന്റ് ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത് സാറ്റിസ്ഫൈ ചെയ്യും. ക്ലിയർ? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് 2,3 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ 2,3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പോയിന്റ്. അതായത് എക്സിന് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പ്ലസ് വൈന് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു എ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. ആ എൻ്റെ വാല്യൂ കിട്ടിയല്ലോ, അത് നമ്മൾ തിരിച്ച് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇക്വേഷൻ 1 ബിക്കംസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എ, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ -5 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡ് പറയാൻ കാരണം നമുക്ക് ഈക്വൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്റർസെപ്റ്റ് ഫോം എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് മൈൻഡിലോട്ട് വരിക. ചിലപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ചെറിയ ചേഞ്ചുകളൊക്കെ ഉണ്ടാവും എന്ന് മാത്രം. ഓക്കെ, ലിസൺ. Next question, find the equation of a line that passing through the points in the ആവശ്യമില്ല, point 2,2 and cutting off intercepts on the axis whose sum is 9. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതേ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് സ്ട്രൈറ്റ് ലൈന് പാസിങ് ത്രൂ, ശ്രദ്ധിക്കട്ടോ, പാസിങ് ത്രൂ 2,2. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ, ഇന്റർസെപ്റ്റ്സ് ആക്സിസ് ഹൂസ് സം ഈസ് 9. അതായത് രണ്ട് ഇന്റർസെപ്റ്റിൻ്റെയും കൂടെ സം 9 ആണ്. അപ്പോൾ രണ്ട് ഇന്റർസെപ്റ്റ്, എക്സ് ഇന്റർസെപ്റ്റ് എയും വൈ ഇന്റർസെപ്റ്റ് ബിയും ആണെങ്കിൽ a + b = 9. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ക്ലിയർ? അപ്പോൾ ഇന്റർസെപ്റ്റ് അല്ലേ തന്നിട്ടുള്ളത്, അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോം ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ x/a + y/b = 1. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ ഇവിടെ എയും ബിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ കിട്ടി, ശരിയല്ലേ? അപ്പോൾ ഇവിടെ എയും ബിയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇനി എയും ബിയും കണക്ട് ചെയ്യുന്ന വേറൊരു ഇക്വേഷൻ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ ചെയ്യാം. എക്സിന് 2 കൊടുക്കുക, വൈന് 2 കൊടുക്കുക. അപ്പോൾ 2/a + 2/b = 1. ക്ലിയർ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2b + 2a / ab = 1. That is 2 into നമുക്ക് എന്ത് ചെയ്താം, b + a is equal to ab into 1 is ab. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന് ab is equal to 2 into b + aയും a + bയും 9 ആണ്. that is 9. അപ്പോൾ ab is equal to 18 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ?
മനസ്സിലായല്ലോ. അപ്പം നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 9, രണ്ട് എ ബി ഈസ് ഈക്വൽ ടു 18. ഈ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എയും ബിയും നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ ബി ഈസ് ഈക്വൽ ടു 18/a എന്ന് എഴുതിക്കൂടെ എഴുതാം. അത് ഞാൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 9. അപ്പോൾ എ പ്ലസ് ബിക്ക് പകരം 18/a ഈസ് ഈക്വൽ ടു 9 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ എ പ്ലസ് 18/a ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? എ സ്ക്വയർ പ്ലസ് 18 ഡിവൈഡഡ് ബൈ എ ഈസ് ഈക്വൽ ടു 9 എന്ന് വരും. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് 18 ഈസ് ഈക്വൽ ടു 9a എന്ന് വരും. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 9a പ്ലസ് 18 ഈക്വൽ ടു 0 എന്ന് വരും. ഇപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടി. ശരിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കട്ടോ, എ സ്ക്വയർ മൈനസ് 9a പ്ലസ് 18, അതായത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -9 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടണം. ഏതൊക്കെയായിരിക്കും സംഖ്യകൾ? -3ഉം -6ഉം. അപ്പോൾ a - 3 ഇൻറ്റു a - 6 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് a - 3 ഈക്വൽ ടു 0 ഓർ a - 6 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് a ഈക്വൽ ടു 3 ഓർ a ഈസ് ഈക്വൽ ടു 6. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂ ഉണ്ട്. അപ്പോൾ ഒന്ന് കേസ് 1 ശ്രദ്ധിക്കട്ടോ. കേസ് 1 എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ വാല്യൂ 3 എടുക്കുക. എൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ബി എന്താണ്? 18 ഡിവൈഡഡ് ബൈ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 6. അപ്പോൾ ബീൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താ? x/a പ്ലസ് y/b ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് x/3 പ്ലസ് y/6 ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. 3ൻ്റെയും 6ൻ്റെയും LCM എത്രയാ? ദാറ്റ് ഈസ് ഈ 3ൻ്റെയും 6ൻ്റെയും LCM എത്രയാ? 6 ആണ് 3ൻ്റെയും 6ൻ്റെയും LCM. അപ്പോൾ 6/3 ദാറ്റ് ഈസ് 2 ഇൻറ്റു x 2x പ്ലസ് y ദാറ്റ് ഈസ് 6/6 1 ഇൻറ്റു y ഈക്വൽ ടു 1 എന്ന് വരും. ദാറ്റ് ഈസ് 2x പ്ലസ് y ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. ദാറ്റ് ഈസ് 2x പ്ലസ് y ഈസ് ഈക്വൽ ടു y മൈനസ് x ഈക്വൽ ടു 0 എന്ന് ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇത് കേസ് 1 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ കേസ് 1 നമുക്ക് കിട്ടിയില്ലേ? ഇനി അടുത്ത കേസ് 2 ചെയ്യണം അല്ലേ? രണ്ട് വാല്യൂ നമുക്ക് പോസിബിൾ ആണ്. ഞാനിത് മായ്ച്ച് കളയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് കേസ് 2 ശ്രദ്ധിക്കട്ടോ. കേസ് 2 ഒന്നുമില്ല, ഇത് തന്നെയാണ് കേസ് 2. കേസ് 2 എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ 6 എടുക്കുക. എൻ്റെ വാല്യൂ 6 എടുത്തു കഴിഞ്ഞാൽ ബീൻ്റെ വാല്യൂ 18 ഡിവൈഡഡ് ബൈ എ അല്ലേ? അപ്പോൾ ബീൻ്റെ വാല്യൂ 3 എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക? x/6 പ്ലസ് y/3 ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. 3ൻ്റെയും 6ൻ്റെയും LCM 6, 6/6 1 ഇൻറ്റു x പ്ലസ് 6/3 2 ഇൻറ്റു y 2y that is equal to 1. That is x plus 2y equal to 6. That is x plus 2y minus 6 equal to 0. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ തന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എൻ്റെ രണ്ട് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, നല്ലോണം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ പോസിബിൾ ആണ്. തന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് സ്ട്രെയിറ്റ് ലൈൻ പോസിബിൾ ആണ്. ആ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെയും ഇക്വേഷൻസ് ആണ് ഈ രണ്ട് ഇക്വേഷൻസും. ഓക്കെ, മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ.